എട്ടി നിധി വന്നു തോന്നുന്നു. ഒന്ന് ചെന്ന് ഡോർ തുറന്നു കൊടുക്ക്. വേണ്ട. ആരാ? മനസ്സിലായില്ല. ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? ഞാൻ നിധി, ഗൗതമന്റെ വൈഫാ. ഭൈരവിയമ്മ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലേ? അപ്പൊ ഞാൻ എത്തുമെന്നും എത്തിക്കാണുമെന്നും നിനക്കറിയായിരുന്നു അല്ലേ? ഞാൻ വരുമെന്നറിഞ്ഞിട്ടും കാത്തു നിൽക്കാതെ നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ഇറങ്ങിപ്പോയെങ്കിൽ അത് നിന്റെ അഹങ്കാരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭൈരവമ്മേ, അതെന്താന്ന് വെച്ചാ പാർവതിയും വസുന്ധരയൊക്കെ എന്നെക്കുറിച്ചും എന്റെ രീതികളെക്കുറിച്ചും നിന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. നീ ജനിച്ചതും വളർന്നതും ഒക്കെ ഏത് കുപ്പത്തൊട്ടിയിലായാലും ഇപ്പൊ ജീവിക്കുന്നത് ഈശ്വരമംഗലത്തെ സന്തതിയുടെ മരുമകളായിട്ടാണ്. ആണോ അല്ലയോ? ചോദിച്ചത് കേട്ടില്ലേ? ആണോ അല്ലയോ? അതെ, ആണ്. ഈശ്വരമംഗലത്തിനൊരു അന്തസ്സും ആ അന്തസ് അനുസരിച്ചുള്ള കീഴ്വഴക്കങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മരുമകളായി വന്ന് കയറുന്ന ഒരു പെണ്ണ് ആ അന്തസ് കാത്തു സൂക്ഷിക്കാൻ ആകാത്തവളാവരുത്. ഭൈരവമ്മേ, നിധി അകത്തേക്ക് കയറട്ടെ. അത് ഞാൻ തീരുമാനിക്കും. നിന്റെ ഭാര്യ അകത്തേക്ക് കയറ്റിവിടേണ്ട ആവശ്യം എന്താന്ന് എനിക്കാദ്യം ബോധ്യപ്പെടണം. എന്തുകൊണ്ട് ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടും ഇവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയി? അതിനുള്ള വിശദീകരണം അവൾ തരട്ടെ. നീ എന്തിനാ പോയതെന്ന് ഭൈരവിയമ്മയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമോളെ? അത് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് പോയതായിരുന്നു. ശരി, എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? നിർമ്മലാന്റിയുടെ കാര്യം എനിക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ പറയാ? പറയേ, നിന്റെ അത്യാവശ്യം എന്തായിരുന്നു? അതെനിക്കൂടെ ബോധ്യപ്പെടണമല്ലോ. പ്രിൻസിപ്പാളെ വിളിച്ചിട്ടാണ് പോയതെങ്കിലും പ്രിൻസിപ്പാളിനെ കാണാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ചു പോന്നു. തോന്നുമ്പോ ഇറങ്ങിപ്പോവാ, തോന്നുമ്പോ തിരിച്ചു വരിക. സത്രത്തിന് തുല്യമാക്കി മാറ്റി ഈശ്വരമംഗലത്തെ, അല്ലേ? ഈ കുടുംബത്തിന്റെ അന്തസ്സിനൊത്ത് ജീവിക്കാനാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ ഇതിനകത്തേക്ക് കയറിയാൽ മതി. അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ. ഇതെന്തൊക്കെയാ ഭൈരവമ്മേ പറയുന്നത്? അവളൊരു അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയതല്ലേ? പാടില്ലാത്ത രീതിയിൽ നിന്റെ ശബ്ദം ഉയരുന്നുണ്ടല്ലോ ഗൗതം. ഭാര്യ തന്ന ക്ലാസ് ആയിരിക്കും അല്ലേ? ഒരു തവണത്തേക്ക് നിധിയോടൊന്നും ക്ഷമിക്കുക ഭൈരവിയമ്മേ. ഇനി മേലിൽ അവള് ചെയ്യില്ല. അത് പറയേണ്ടത് നീയല്ല വസുന്ധരെ, ഇവളാ ഈ നിധി. മേലിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കില്ലെന്നും ഈശ്വരമംഗലത്തിന്റെ അന്തസ്സിനൊത്ത് ജീവിച്ചോളാമെന്നും സത്യം ചെയ്ത് തന്നിട്ട് നിനക്കകത്തേക്ക് കയറാം. അകത്തേക്ക് കയറണോ അതോ പുറത്തേക്ക് പോണോന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. സത്യം ചെയ്ത് കൊടുത്തേക്ക് നിധി, എന്നിട്ട് അകത്തേക്ക് കയറാൻ നോക്ക്. മോളെ, എന്തിനാ മടിക്കുന്നത്? ഈ കുടുംബത്തിന്റെ അധികാര സ്ഥാനത്തുള്ള ആളല്ലേ പറയുന്നത്. സത്യം ചെയ്തു കൊടുക്ക്. മേലിൽ ഞാൻ ഇങ്ങനൊന്നും ആവർത്തിക്കില്ല. ഈ കുടുംബത്തിന്റെ അന്തസ്സനുസരിച്ച് ജീവിച്ചോളാം. അകത്തേക്ക് കയറിക്കോളൂ.
ഇത് ഇവിടെ വന്നിരുന്ന് കരയുക? അതിനാര് കരഞ്ഞു? ആ, അവിടെ വെച്ച് കണ്ണു നിറഞ്ഞു തുളുമ്പുന്നത് ഞാൻ കണ്ടതാ. ഇവിടെ വന്നപ്പോ കാര്യം പൂർണ്ണമാവുകയും ചെയ്തു. നീ ഇത്ര സില്ലിയാണെന്ന് ഞാൻ കരുതിയതേ ഇല്ല. പിന്നെ സങ്കടം വരില്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഒരാളൊരു അത്യാവശ്യത്തിന് പുറത്തു പോയിന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇത് ഭൈരവിയമ്മ സുമനസാലം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് താഴെ നടന്ന ഷോ എന്ന് പറയുന്നത് സ്പോൺസേഡ് പ്രോഗ്രാമാ, വസുന്ധരാമയുടെ വക. ആവശ്യമില്ലാതെ എന്തിനാ ആന്റിയെ കുറ്റപ്പെടുത്തുന്നത്? ആന്റി എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത്? എന്റെ നിധി, നിനക്കിനിയും വസുന്ധരാമയെ മനസ്സിലായിട്ടില്ല. ഇരുതലയുള്ള വാളാണവര്. പണിയൊക്കെ അടിയെ കൂടിയായിരിക്കും. ഭൈരവിയമ്മ എന്നെ ഇതിനു മുൻപ് കണ്ടിട്ട് കൂടിയില്ല. ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോ തന്നെ അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് സങ്കടമായി. തുടക്കം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? ഭൈരവിയമ്മ എന്ത് ചെയ്താലും അതിനെല്ലാം ഇരയാകാനായിട്ട് നിന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നു തോന്നുന്നുണ്ടോ? ഏത് അധികാര സ്ഥാനത്തിരിക്കുന്ന അമ്മയാണെന്ന് പറഞ്ഞാലും ശരി, നീ എന്റെ ഭാര്യയല്ലേ. ഇതെന്റെ വീടാണ്. പറഞ്ഞു വിലക്കാനുള്ള തന്റെയോടോ എനിക്കുണ്ട്. ഗൗത എന്തൊക്കെയാ പറയുന്നത്? ഭൈരവിയമ്മ വന്നത് വസുന്ധരാമ്മയ്ക്ക് അധികാരം കൈമാറാനാണെങ്കിൽ അതിനി തിരുവോണ ദിവസം വരെ കാത്തിരിക്കണമെന്നില്ല. നാളെയെങ്കിൽ നാളെ ചടങ്ങും നിർത്തി സ്ഥലം വിട്ടോളാം പറഞ്ഞ. ഒന്നും മിണ്ടാതിരിക്കുക ഗൗതം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കല്ലേ. ഭൈരവിയമ്മ ആരാണെന്നോ എന്താണെന്നോ ഒക്കെ അമ്മ എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അധികാരമൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ തിരുവോണ ദിവസം കഴിഞ്ഞ് ഭൈരവിയമ്മ പോകും വരെ നീ ഇതൊക്കെ സഹിച്ചോളാന്നാണോ പറയുന്നത്? ഈശ്വരമംഗലത്തെ ഈശ്വരമംഗലം ആക്കിയതും ഒരു വിവാഹം പോലും കഴിക്കാതെ ഗോപിയങ്കളിനെ പോലും വളർത്തിയതും ഗൗത ഈ പറഞ്ഞ ഭൈരവിയമ്മ തന്നെയാ. നമ്മുടെ മുത്തശ്ശിയുടെ സ്ഥാനമാണ്. ചിലപ്പോ വഴക്ക് പറഞ്ഞു എന്നിരിക്കും, തല്ലിയെന്നും ഇരിക്കും. എല്ലാം നമ്മൾ സഹിച്ചു കൊടുത്തേ പറ്റൂ ഗൗതം. നീ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം നിധി. ഈ ഭൈരവിയമ്മയുടെ ചരട് ഇപ്പൊ വസുന്ധരാമയുടെ കയ്യില. നീ എന്താണെന്നോ ഏതാണെന്നോ ഭൈരവിയമ്മയ്ക്ക് അറിയില്ല. സ്പൂൺ ഫീഡിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിന്നെക്കുറിച്ച് നല്ലത് എന്തെങ്കിലും വസുന്ധരാമ പറഞ്ഞു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ആരുടെയും ചരടിൽ തൂങ്ങുന്ന ഒരാളാണ് ഭൈരവിയമ്മയെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമുണ്ട് ഗൗതം എന്റെ ഭാഗത്ത്. ആ സത്യം ശരിക്കും ഭൈരവിയമ്മ മനസ്സിലാക്കിക്കോളും.